ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസിൽ വരുന്നത് കേട്ടോ. നമ്മളിന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലിച്ചു മാൾക്ക് പോയി. നമ്മൾ എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ്. നമ്മളിടയ്ക്ക് പോവാറുണ്ട്. അധികം സാധനങ്ങളൊന്നുമില്ല കേട്ടോ, കുറേശ്ശെ സാധനങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ വിച്ചാണ് കേട്ടോ അതിങ്ങനെ ഉണ്ട് നടക്കണത്. അതിന് കുറച്ചൊന്നും ഉന്താൻ പറ്റില്ല, എന്നാലും മൂപ്പര് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടൂസ് വേണ്ട, അവനും ഉന്തണം. ഞാൻ വിചാരിച്ചു അവൻ അതിൻ്റെ ഉള്ളിൽ അത് കയറ്റി ഇരുത്താനാണ്. പിന്നെ പാവല്ലേ, പിന്നെ അവനൊപ്പം എടുക്കാൻ തുടങ്ങി സാധനങ്ങൾ. അവൻ കയറാൻ നോക്കി, പക്ഷെ അവൻ്റെ ആ കയറൽ നടന്നില്ല. വിച്ചിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവ ഇത് കയറാനാണ്, അവന് ഉന്താനും പറ്റണില്ല, എന്താ വേണ്ടതെന്നുള്ളതിൽ. എന്നാലും നമ്മുടെ വിച്ച് തന്നെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ സാധനങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ കൊട്ട ഇങ്ങനെ നടന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് അധികം രാവിലെ തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. എല്ലാം ഓരോ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടും നമുക്ക് എളുപ്പമായിരുന്നു സാധനങ്ങളെല്ലാം എടുക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ തിരക്ക് കുറവാണ്, നല്ല തീരെ തിരക്കില്ല. സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചും തിരക്കില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അധികം ഒന്നുമില്ല, ഒരു 5-6 കസ്റ്റമേഴ്സ് അങ്ങനെ അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിരക്ക് എന്ന് പറയാനില്ല കേട്ടോ മള്ളിൽ. പിന്നെ കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ഐറ്റംസ് നോക്കി പോവുകയാണ്. പിന്നെ നമ്മളടുത്തത് നോക്കി നമ്മളടുത്ത് ലാസ്റ്റ് നമ്മൾ പച്ചക്കറിയുടെ അവിടേക്ക് എത്തി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നോക്കിയതാണ്. ഫ്രൂട്ട്സൊന്നും വലിയ കുഴപ്പമില്ല. സൺഡേ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കുറവാണ്. ഫ്രൂട്ട്സൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. ഇനി വെജിറ്റബിൾസിൻ്റെ അവിടെ പോയി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നോക്കി. നല്ല ഫ്രഷാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ, നല്ല സാധനങ്ങളാണ് അവിടെ, വലിയ കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അവിടെ ആ ചേച്ചി വേറൊരാൾക്ക് എടുത്തു കൊടുക്കായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ പോയി നോക്കി നമ്മൾ ഫോൺ വയ്ക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പ്ലം നമ്മൾ ഒന്ന് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ഒരെണ്ണല്ലേ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഞാൻ മൊത്തം ഇങ്ങനെ ഒന്ന് നടന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിച്ചുവിനായിട്ട് മാറ്റി, ഞാൻ ഒറ്റയ്ക്കാണ് മൊത്തം നടന്നത്. വിച്ച് കൊട്ടയും കൊണ്ട് നടക്കുക തന്നെയാണ്. അവനെപ്പോൾ പോയാലോ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഉന്തി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നല്ല എല്ലാ സാധനങ്ങളും ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, നല്ല ഫ്രഷാണ് സാധനങ്ങളെല്ലാം. എല്ലാം പറഞ്ഞാൽ എല്ലാം ഉണ്ട്. കാണാനും അത് നല്ല നല്ലതാണ്. എല്ലാം നല്ല ബ്രാൻഡ്, നല്ല നല്ല കമ്പനികളുടെയാണ്. എല്ലാം ഉണ്ട് നമുക്ക്. എന്താ പറയുക, ചെറിയ പാക്ക് മുതൽ വലിയ പാക്ക് വരെ ആക്കിയിട്ടുണ്ട്. 100 ഗ്രാം മുതൽ 1 കിലോൻ്റെ വരെ 2 കിലോൻ്റെ അങ്ങനെ എല്ലാ രീതിയിലും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടോയ്ലറ്റ്, അങ്ങനെ ബ്യൂട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ലേഡീസിന് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ നമ്മൾ നടന്നു പോയി. അവിടെ എല്ലാം ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് മൊത്തം ഒന്ന് കാട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തത് സോപ്പിൻ്റെ പൊടിയും ഓരോ ഇൻഹേലിയർ വേണമെങ്കിൽ ഇൻഹേലിയർ, ഓരോ ഐറ്റംസ് ഉണ്ട്. ഹാർപ്പിക് ഉണ്ട്. അങ്ങനെ എല്ലാം ഇരിക്കുന്ന കാണാൻ തന്നെ നമുക്ക് രസം തന്നെയല്ലേ. അതെല്ലാം നല്ല വൃത്തിയിൽ ഒതുക്കി നല്ല നീറ്റിൽ വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാണാൻ നല്ല രസമുണ്ട്. വിച്ച് ഈ കൊട്ടയിങ്ങനെ ഉന്തി നടക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, പക്ഷെ വേറെ ഒരാളെ കൊണ്ട് വിച്ച് അത് പിടിപ്പിച്ചിട്ടില്ല. എല്ലാം വിച്ച് തന്നെയാണ് അങ്ങനെ ഉന്തി നടന്നത് കേട്ടോ. അവന് വലിയ കുഴപ്പമൊന്നുമില്ല ഉന്താൻ. അതിന് മാത്രം വെയിറ്റ് ഇല്ല, സാധനങ്ങൾ വെയിറ്റ് ഇല്ല, പക്ഷെ ഉന്തി നടക്കില്ല വേണ്ട. അതുകൊണ്ട് അവൻ സെറ്റാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി. കർക്കിടക കഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടം വന്നിരിക്കണം. അത് എടുത്ത് കാണിക്കണ്ടേ, അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ വീടുകളിലും ഇനിയിപ്പോൾ എന്തായാലും അത് വെക്കും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളുണ്ട്, അച്ചാറുകളുണ്ട്, എല്ലാ വെറൈറ്റി ചിക്കൻ അച്ചാർ അതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാതും ഉണ്ട്, ഒക്കെ നല്ല നല്ല സാധനങ്ങളാണ്. അച്ചാറിൻ്റെ ഇതൊക്കെ നോക്കൂ, എല്ലാ അച്ചാറുകളും ഉണ്ട് അവിടെ. എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഐറ്റം ജാമിൻ്റെ അങ്ങനെയുള്ളതൊക്കെ ഓരോ വരികളിൽ എല്ലാം ഉണ്ട്. തേനുണ്ട്, ന്യൂട്ടെല്ലുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് അരിയുടെ സെക്ഷനാണ് ഇവിടെ. അരി എല്ലാ അരികളും, അരിയുടെ ഒക്കെ പാത്രമാണ് നല്ല ഭംഗിയിൽ കാണാൻ തന്നെ. നല്ല നല്ല രീതിയിൽ ഇങ്ങനെ അരിയുടെ ഒക്കെ ഇങ്ങനെ അരി വെച്ചേക്കണം. പിന്നെ വെളുത്തുള്ളി ഉണ്ടോ, വെളുത്തുള്ളിയൊക്കെ നല്ല വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പം തന്നെ ഐസ്ക്രീമിൻ്റെ പക്ഷെ നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല. ഐസ്ക്രീം ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. വിച്ച് ഐസ്ക്രീം കണ്ടോന്ന് പോലെ എനിക്കറിയില്ല. വിച്ചിന് പക്ഷേ ഒരു കുക്കമ്പർ വേണം പറഞ്ഞു. അപ്പോൾ ഒരു കുക്കമ്പർ അവിടെ വാങ്ങി കൊടുത്തിട്ടുണ്ട്.
വിച്ചു ഐസ്ക്രീം കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിച്ചുവിന് മനസ്സിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാവും അവൊന്നും മിണ്ടിയില്ല. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഓരോ രീതിയിലാണ് അടക്കി വെച്ചേക്കണ്. ഇതാ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ളതും, എന്താ സോപ്പുകൾ ഒരു സെക്ഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റുള്ള കടയിൽ ക്യൂ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനാക്കുമ്പോൾ അതും ഇങ്ങനെ മാളിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാവട്ടെ. പിന്നെ നമുക്ക് മറ്റേ കട നിസ്സാര പൈസയുടെ വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ. അവരെങ്ങനെ ചിലതിന് ഓഫർ ഇടുണ്ടാവും കേട്ടോ. കുറേ ഓഫറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓഫറിൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓഫറുകൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അങ്ങനെ സാധനങ്ങൾ അത് നല്ല ഫ്രഷ് ആവും. നമ്മൾ മറ്റു കടയിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ പറയണം, ഇത്ര കിലോ ഇത്ര എന്നൊക്കെ പറയും. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം അവർ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എടുത്തിടാറുണ്ട്. പക്ഷെ മൊത്തം ക്യാമറയാണ്. വെജിറ്റബിൾസിൻ്റെ അവിടെ ഒരു ചേച്ചി എടുത്ത് തരും. നമുക്ക് വേണ്ടതാ ചേച്ചി അപ്പം തന്നെ എടുത്ത് തരും കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നമ്മളെ സാധനങ്ങളെല്ലാം വാങ്ങൽ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് എവിടേക്കാണ് പോകണത്? ഫൈനൽ നമ്മൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ബില്ലടയ്ക്കണം. അപ്പോൾ അടുത്ത് നമ്മൾ ബില്ലടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ബില്ലടയ്ക്കാൻ ചെന്നപ്പോഴാണ് അവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് സൺഡേ അല്ല, അപ്പോൾ സ്റ്റാഫുകളും കുറവായിരിക്കും. അതാണ്. അപ്പോൾ അതാ നമ്മൾ ബില്ലിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അവിടെ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. നമ്മൾ 2 സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോഴാണ് എടുത്ത് വെച്ച സാധനങ്ങൾ അതേപോലെ തന്നെ നമ്മൾ അപ്പം തന്നെ കൊട്ടയ്ക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു അങ്ങോട്ട് വെച്ചോളൂ കേട്ടാന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും അത് എടുത്തിട്ട് ഇവിടേക്ക് വെച്ച് തുടങ്ങി. അതും വിച്ചു തന്നെയാണ്. എല്ലാം ഞങ്ങൾ വിച്ചുവിനെ കൊണ്ടാണ് ചെയ്യിക്കുക. അവനിഷ്ടമാണ്. അപ്പോൾ ഇതാ ഓരോന്ന് നമ്മൾ പറക്കി ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ നമുക്കിന്ന് 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി 914 രൂപ. അതുമായി നമ്മൾ തൃപ്തിയായി. പരിപ്പിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. സാധനങ്ങൾക്ക് മൊത്തം വിലയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്ന് പറക്കി അവിടെ വെക്കുകയാണ്. ബില്ലടിക്കണ്ടേ? നമ്മൾ ഇത്ര വാങ്ങിയിട്ട് നമുക്ക് സാധനം കിട്ടണ്ടേ? അപ്പോൾ അത് ബില്ല് കൊടുക്കണം. അപ്പോൾ ആ ചേച്ചി ബില്ലടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫ്രണ്ടിലുള്ള ചേച്ചിയുണ്ട്. അതിന് 2 സ്റ്റാഫുകളാണ് ഇന്ന് ബില്ലിങ്ങിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ ഇതാ വിച്ച് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. വിച്ച് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. കുട്ടൂസ് നല്ല രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കണതെന്ന് അറിയാണ്ട്, അതോ അവന് അവിടെ എല്ലാം നടന്ന് വലിച്ചിടാനോ എന്ന് അറിയണില്ല. അവ അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവ അങ്ങനെ സെറ്റായിരിക്കുന്നുണ്ട്. വിച്ച് ഇത് നല്ല കുട്ടിയാണ്. വിച്ച് വീണ്ടും വിച്ചിന് ഇതൊക്കെ ധൃതി കൂടില്ല. ഭയങ്കര ധൃതിയാണ് അവന്. ഇതാ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കണം. നമ്മൾ അവിടെ അങ്ങനെയാണ്. നമ്മൾ കൊണ്ടുപോയ സാധനം നമ്മൾ തന്നെ അവിടെ എടുത്ത് വെക്കണം. എടുത്ത് വെച്ച് അവരൊപ്പം അങ്ങനെ സൈഡിലേക്ക് ആക്കും. പക്ഷെ കവർ, പിന്നെ വേറെ കാര്യം, നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങി, പക്ഷെ അവർ തരുന്നൊരു കവറുണ്ട്. സത്യം പറഞ്ഞു ഒരു ഉറപ്പുമില്ല. അത് ഇടുമ്പോഴേക്കും ആ കവർ പൊളിഞ്ഞു തുടങ്ങി. അങ്ങനത്തെ ഒരു കവർ. പിന്നെ നമ്മൾ വണ്ടിമേ ആയതുകൊണ്ടാണ് വേഗം ഉറപ്പ് മതി വിചാരിച്ച് ആ കവർ 2-3 കവർ ഇട്ടാലും അത് അത്ര വലിയ ഉറപ്പില്ല. 2 സാധനങ്ങൾ ഇടുമ്പോഴേക്കും ആ കവർ ഇതാ പൊളിഞ്ഞു പോരുന്നു. അതാണ് ഞാൻ ഇത്രയും വലിയ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കവറ് മാത്രമാണ് പോക്ക്. തീരെ ഉറപ്പില്ല. ഇതിന് മേലെ നമ്മളൊരു കവർ കൊണ്ടുപോകുന്നത് ഉറപ്പുള്ളത്. അത്രയും ഉറപ്പില്ലാത്ത കവർ. അങ്ങനെ നമ്മളെല്ലാം ബില്ല് കൊടുത്ത് എല്ലാം സെറ്റായി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ബേക്കറി ഐറ്റംസ് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓൺ വോയിസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങളതെല്ലാം കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുത്താട്ടോ. ഇനി ഞങ്ങൾ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അധികം ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാറ്. ഇനി ഞങ്ങളതൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ